പഞ്ചാബിൽ സിഖ് മതസ്ഥർ ധാരാളമായി ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്നു. സിഖ് മതസ്ഥർ, ഈ സിഖുകാര് വലിയ ധീരന്മാരും ശൂരന്മാരുമാണ്. അവരാ ധീരതയും ശൂരതയെല്ലാം ഉപേക്ഷിച്ചിട്ട് സാധുക്കളായ സുവിശേഷകരായി മാറി യേശുവിനെ പ്രസംഗിക്കുക. യേശുവിൻ്റെ മക്കളായി തീർന്നു. യേശുവിൻ്റെ മക്കളായാൽ ആക്രമിക്കാനോ വാളെടുക്കാനോ ഒന്നും പറ്റില്ല. സഹനമാണ് അതിൻ്റെ ആധാരം. പക്ഷേ ഈ സിഖുകാരെ എല്ലാവർക്കും അറിയാം. എന്താ കുഴപ്പമെന്നറിയില്ല. ഈ വിദേശത്ത് കുവൈറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ചില അറബികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ കാർക്കിച്ച് ദേഹത്ത് തുപ്പും. എന്തിന്? ഇത്തരം ഒരു കുവൈറ്റുകാരുടെ സമ്മേളനത്തിൽ സദാ ഹുസൈൻ പണ്ട് പറഞ്ഞു വിട്ടൊരു പ്രതിനിധിയുടെ മുഖത്ത് അവിടുത്തെ ഒരു അംബാസഡർ തുപ്പി. അവൻ്റെയൊക്കെ വിവരം നിങ്ങൾ ഓർത്താൽ മതി. ഇത്രയും പ്രശ്നകലുഷിതമായ കാലത്തും ഇന്ത്യയുടെ അംബാസഡറും പാകിസ്ഥാൻ്റെ അംബാസഡറും ഒക്കെ കൂടുന്നത് ആധികാരികമാണ്. തുപ്പുകയാണ്. ചായ കുടിച്ച് അതൊരു രാജ്യത്തിൻ്റെ മേന്മയാണ്. അതാ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഗുണം. അല്ല, മഹത്തായ പാരമ്പര്യത്തിലൊന്നും അങ്ങനെ സ്നേഹിക്കാനൊന്നുമില്ല. മുസ്ലിമിനെ അപ്പുറത്തിരുത്താനൊന്നുമില്ല. കൊണ്ടേ കാണിച്ചതായി മനസ്മൃതിയിലുണ്ടോ അങ്ങനെ സ്നേഹിക്കാൻ? കാണിച്ചത് അതൊക്കെ ഭരണഘടനയുടെ ഗുണമാണ്. അപ്പോഴേ സദാ വന്ന് ഈ കുവൈറ്റുകാരോട് പറഞ്ഞാൽ നിന്റെ നാണയത്തിന് ഞാൻ കടലാസിൻ്റെ വില പോലും ഇല്ലാതാക്കും. ഇത് പറഞ്ഞാൽ അടിയല്ലാതെ നടക്കുന്നത്. പക്ഷേ ഈ കുവൈറ്റിലെ അറബികൾക്കും പേടിയുള്ളൊരു കൂട്ടർ നമ്മുടെ പഞ്ചാബികളാണ്. അവരെ മുഖത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അടി പാഴ്സലാണ്. ജയിലിൽ പോകുന്ന ഒന്നിന് വിഷയമല്ല. അറബിയെ കയറി അടിച്ച് നിരത്തും. അത്ര ശൂരന്മാരാണ് ഇവർ. ഇന്നവരാ ശൂരത്വം എല്ലാം ഉപേക്ഷിച്ച് പഞ്ചപാവങ്ങളായിട്ട് യേശുവിനെ പ്രസംഗിക്കുക. എന്നിട്ടും അവിടുത്തെ സംഘപരിവാരങ്ങൾക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? ഇതാ പരിസ്ഥിതി. അവിടെ കയറി അങ്ങനെ ആക്രമിക്കുക. പ്രശ്നമൊന്നുമില്ല. അവരവിടെ ശാന്തമായിട്ട് പോക്കോട്ടെ. ഇനി ഛത്തീസ്ഗഡിലെ സ്ഥിതി എന്താ? മനുഷ്യന് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. മഹാഭൂരിപക്ഷ ആളുകൾ. അവിടെ ഒരു മാഷ് നിന്ന് ക്ലാസ് എടുക്കുന്ന നിങ്ങൾ കണ്ടോ? മാഷന്മാരെ ക്ലാസ് എടുക്കുക. മാഷന്മാരെടുക്കുന്ന ക്ലാസ് കേട്ടാകുമ്പോൾ അമ്പരം തോന്നും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ 8ഉം 10ഉം ഒക്കെ പഠിച്ച ആളുകളെ അധ്യാപകരായിട്ട് ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ബീഹാറിൽ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അരികിലൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, പ്രിൻസിപ്പളായിട്ട് നിനക്ക് അവിടെ ജോലി കിട്ടും, ഭയങ്കര ഡിമാൻഡാണ്. ഞാനൊരു 3-4 വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ താഴെയുള്ള അധ്യാപകരൊക്കെ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ ഉള്ള മലയാളിയാണ്. ഇവരെ ഒന്നും ഒരുക്കിയെടുക്കാൻ അതിലും വലിയ പാടാണ്. പോയില്ല. അതാണ് ഛത്തീസ്ഗഡിലെ സ്ഥിതി. മഹത്തായ ആർഷഭാരതം. അങ്ങനെയുണ്ട്. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത മാഷ നമ്മുടെ ഉള്ള. അവിടെ ചെന്ന് ഞങ്ങൾ സ്കൂൾ തുടങ്ങും. ഞങ്ങളുടെ പാസ്റ്റർമാർ സ്കൂൾ തുടങ്ങും. അച്ഛന്മാർ കലാലയം തുടങ്ങും. അവിടെ എന്നിട്ട് രസകരമായ